ഹലോ ഗൈസ്, എല്ലാവർക്കും മൈസർ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഗൈസ്. ഓക്കെ, ആഷിഖ് കപൂറിന്റെ പുത്തൻ സിനിമ എന്ന് പറയുന്നത് ഗൈസ് റഫൽ ക്ലബ് എന്ന് പറഞ്ഞ സിനിമയാണ് ആഷിഖ് കപൂറിന്റെ. അത് ഗൈസ് ഞാനിപ്പോ കുറച്ചായിട്ട് കണ്ടു. പടം പ്രശ്നമില്ല, പടം നല്ല നൈസാണ് കേട്ടോ, കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. പടം കണ്ടിരിക്കാം, എനിക്ക് അത്ര പറയാം, പടം കണ്ടിരിക്കാം, വേറെ ഒന്നും പറയാനില്ല. പടം എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത ഒരു ഭാഗമുണ്ട്, വില്ലന്മാര് അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു സീനുണ്ട്. അതൊക്കെ തോക്കുമ്പോൾ പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട് ഗൈസ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ദിലീഷ് പോത്തന് മൂപ്പരൊക്കെ ആണ്, പ്രശ്നമില്ല, രസമുണ്ട്, എല്ലാവരും അഭിനയം പൊളിയാണ്. ചേട്ടന്റെ ഒരു സീൻ ഉണ്ടായിരുന്നു, അതൊക്കെ സെറ്റാണ്. പക്ഷെ കഥ എന്ന് പറയുന്നത് അത്ര ഇല്ല, പക്ഷെ നീട്ടി കൊണ്ടുപോയതാണ്. പക്ഷെ പടം കണ്ടപ്പോ ഓറടിച്ചു തോന്നില്ല, പടം ഏകദേശം ഇഷ്ടപ്പെട്ടു. പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞ് പടം കാണുന്നതും കഴിയുന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു ഗൈസ്. അത്രക്കും അങ്ങനെ പോയി, പടം പോയി, പടം അങ്ങനെ കണ്ടുപോയി, അത്ര പറയാനുള്ളൂ. പടം കണ്ടിരിക്കാം. റംസാന്റെ ഒരു ഡാൻസിങ് ആയിരുന്നു, ായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പാട്ട് അടിപൊളിയായിരുന്നു. ആ പാട്ട് നൈസായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട, എനിക്ക് പടത്തിൽ ഇഷ്ടപ്പെട്ട പാട്ട് അതായിരുന്നു. അത് നൈസായിരുന്നു, പ്രശ്നമില്ല. പിന്നെ പടത്തിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണല്ലോ, റംസാനും പിന്നെ റംസാന്റെ ഗേൾ ഫ്രണ്ടും അവിടെ ക്ലബിൽ നടക്കുന്ന ഒരു പ്രശ്നം. അങ്ങനെ പ്രശ്നത്തില് ഒരാൾ മരിക്കുന്നു, അവരെങ്ങനെയോ എത്തുന്നു. ഓക്കെ, പിന്നെ ഓരോരോ വില്ലന്മാരെ എൻട്രി മാസ് എല്ലാം ആയിട്ട് സെറ്റാണ്. നമ്മളെ സ്വന്തം ഹനുമാൻ കൈൻഡ് സൂരജിന്റെ മാസ് എൻട്രിയൊക്കെ സെറ്റായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. എന്താ പറയാ, പടത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം രസമായിട്ട് പോയി. പക്ഷെ എനിക്ക് ചില ഭാഗങ്ങളൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബാക്കിയുള്ളവരെ ആക്ടിങ് ഒക്കെ സെറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഫീൽ ആയിട്ട് പടം നല്ല എൻജോയ് ആയിട്ട് പടം കൊണ്ടുപോയി. പിന്നെ ഫൈറ്റ് സീന് ആയാലും പടത്തിലെ വിഷ്വൽ ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എല്ലാം ഉഗ്രനാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനി മൈസ്റ്റർ ബ്ലോഗ്സ് ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. സിനിമയുടെ റിവ്യൂ ആയാലും ടീസർ ആയാലും പിന്നെ പടത്തിന്റെ ട്രെയിലർ വാച്ചിങ് ആയാലും എല്ലാവരും നമ്മൾ ചെയ്തിരിക്കും. അപ്പൊ പടം നമ്മളെ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ, എനിക്ക് സിനിമ റഫൽ ക്ലബ് സിനിമ കാണാത്തവരുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിലുണ്ട്, എന്തായാലും പോയി കാണാത്തോ. ഓക്കെ, സിനിമ തന്നെയാണ്, കണ്ടിരിക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ടേക്ക് കെയർ, ബൈ ബൈ ഗൈസ്.